സ്പോർട്സ് മോഡ് വന്നിട്ട് കൊടുത്തോ 120 സിമ്പിൾ ആയിട്ട് 120 ഒക്കെ സിമ്പിൾ ആയിട്ട്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് 2023 മോഡൽ നെക്സോൺ EV മാക്സ് ആണ്. അതായത് ഇപ്പൊ ഇറങ്ങുന്ന ആ ഒരു പുതിയതായിട്ട് ഇറങ്ങിയ ഫേസ് ലിഫ്റ്റില്ല, നേരെ മുന്നത്തെ ആ ഒരു ഫേസ് ലിഫ്റ്റ്. അപ്പം ആ വണ്ടിയുടെ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം 140 bhp പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു EV ആണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. 250 Nm ടോർക്സ് ആണ് ഈ വണ്ടിന്റെ ഒരു ടോർക്കിനെ പറ്റി പറയുമ്പോൾ. അതുപോലെ തന്നെ ഈ വണ്ടിന്റെ ഒരു റേഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഫുൾ ചാർജിൽ ഏകദേശം ഒരു 470 കിലോമീറ്റേഴ്സ് ആണ് ഈ വണ്ടി കമ്പനി പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ അനുസരിച്ചിരിക്കും. ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് എക്കോ മോഡലാണ്. ഇതിൽ സ്പോർട്സ് മോഡും കൂടെ ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ വണ്ടി EV ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു പെട്രോൾ ഡീസൽ കാർ ഓടിച്ച് ശീലമുള്ളവരെ പെട്ടെന്ന് ഇച്ചിരി EV ഓടിക്കുമ്പോൾ നമ്മൾ വണ്ടി സ്പീഡ് കയറാൻ അറിയില്ല. അതായത് മീറ്ററിൽ നോക്കി കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു എത്രയെല്ലാം നമ്മളെ വണ്ടിയിൽ പോകണമെന്നുള്ള ഒരു സംഭവം നമ്മൾ അറിയുള്ളൂ. അത്രക്കും സൈലന്റ് ആണ് വണ്ടി, അത്രക്കും സ്മൂത്ത് ആണ്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു 60 കിലോമീറ്റേഴ്സിലാണ് ഞാൻ പോണത്. ഞാൻ ജസ്റ്റ് പ്രസ് ചെയ്ത് 80 ക്രോസ് ചെയ്ത വണ്ടി. അത്രക്കും പവർഫുൾ ആണ് ഈ ഒരു നെക്സോൺ EV എന്ന് പറയാനായിട്ട്. അതായത് നമ്മളാ ഒരു ഡീസൽ പെട്രോൾ കാറിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ഫ്യൂവല് വേണമുള്ള ഒരു ടൈം പോലും ഇതിന് വേണ്ട. ഇത് ജസ്റ്റ് മിന്നലാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കി ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമ്മൾ അതിന് വണ്ടിന്റെ ഇന്റീരിയറത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ വണ്ടി നമ്മൾ ടോട്ടൽ കാണിക്കാത്ത എന്താ വെച്ചാൽ എല്ലാവരും നെക്സോൺ EVന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാരണം ഇതിന് ശേഷം വേറെ ഫേസ്ബുക്ക് ഇറങ്ങി, അതുകൊണ്ടാണ് വണ്ടി ടോട്ടലി ഒന്നും കാണിക്കാത്തത്. നമ്മളപ്പോൾ ഇന്ത്യത്തെ കാര്യങ്ങൾ മാത്രം പറയാം. വന്നിട്ടുള്ള മെയിൻ ചേഞ്ചസ്, അതായത് ആദ്യത്തെ നെക്സോൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഫുള്ളി മാറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു EVന്റെ ഈ ഒരു ബ്ലൂ എലമെന്റും കാര്യങ്ങളൊക്കെ ഈ ഒരു EVയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ സൺറൂഫും കാര്യങ്ങളൊക്കെ അത് മുന്നത്തെ മോഡലിൽ തന്നെ ഉണ്ട്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്ലൂ എലമെന്റ്സും കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഗിയർ നോബും കാര്യങ്ങളൊക്കെയാണ് EVയിൽ വന്നിട്ടുള്ള മെയിൻ ഒരു മാറ്റം. ഇതാണ് ഈ ഒരു വണ്ടിന്റെ ഗിയർ എന്ന് പറയാനായിട്ട്. അതുപോലെ തന്നെ പാർക്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ ഇലക്ട്രിക്കൽ ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു EVന്റെ റേഞ്ചിനെ പറ്റിയൊക്കെ എടുത്തു വരാന്നുണ്ടെങ്കിൽ ഏകദേശം ഞങ്ങൾ ഇന്നലെ ഈ ഒരു വണ്ടിയിൽ എക്കോ മോഡല് ഏകദേശം 140 കിലോമീറ്റേഴ്സിലൊക്കെ ഈ വണ്ടിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾക്ക് ഏകദേശം 90% ചാർജ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോഴും വണ്ടിയിൽ 68% ചാർജ് ബാക്കി കാണിക്കുന്നുണ്ട്. ഏകദേശം 180 കിലോമീറ്റർ റേഞ്ചും ബാക്കി കാണിക്കുന്നുണ്ട്. അത്രയും റഫ് ആയിട്ട് ഓടിച്ചിട്ട് നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു എക്കോ ഫ്രണ്ട്ലി ആണ്. അതാണ് മെയിൻ ആയിട്ട് ഇതിനെ പറ്റി എടുത്തു വരേണ്ട ഒരു കാര്യം. ഇപ്പൊ ഞാൻ പോകുന്നത് എക്കോ മോഡിലാണ്. നമുക്ക് ജസ്റ്റ് സ്പോർട്സ് മോഡ് വന്നിട്ട് കൊടുത്തു നോക്കാം. ഒന്നും അറിയണില്ല. ജെറ്റ് 100 കിലോമീറ്റേഴ്സ് എത്തി. 120. പിന്നെ ബ്രേക്കിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഇതിന്റെ 4 ബ്രേക്കും ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. അതുപോലെ തന്നെ അതുകൊണ്ട് ഈ ഒരു പവറിനെ പിടിച്ചെടുത്താനുള്ള ഒരു ബ്രേക്കിംഗ് ഈ വണ്ടിക്ക് എന്തായാലും വേണം. അതുകൊണ്ട് 4 ബ്രേക്കും ഡിസ്ക് ബ്രേക്കാണ് ഈ വണ്ടി കമ്പനി കൊടുത്തിട്ടുള്ളത്. 120 സിമ്പിൾ ആയിട്ട് കയറണം. 120 ഒക്കെ സിമ്പിൾ ആയിട്ട് വണ്ടി കയറണേ. 140 എത്തി. സ്പോർട്ട് മോഡൽ 140 എത്തി. ഹാൻഡ്ലിംഗ് ആണെങ്കിലും ആ ഒരു കംഫർട്ട് ആണെങ്കിലും വേറെ ലെവലാണ്. 130ലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒന്നും വരില്ല, അത്രക്ക് സ്മൂത്താണ് വണ്ടി. പിന്നെ EV ആയതുകൊണ്ട് തന്നെ എടുത്ത് പറയേണ്ട കാര്യം ഉണ്ടാവില്ല, സൗണ്ട് ഒന്നും ഇല്ല. അപ്പോൾ ഈ വണ്ടിന്റെ ചാർജിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 600 രൂപ കൊണ്ട് നമുക്ക് പുറത്തുനിന്ന് ഫുള്ളാക്കാം. പുറത്തുനിന്ന് ഫുള്ളായി കഴിഞ്ഞാൽ ഏകദേശം ഒരു 350 കിലോമീറ്റർ റേഞ്ച് നമുക്ക് കിട്ടും. ഫാസ്റ്റ് ചാർജർ ആവും. അത് KCBന്റെ വരെ ഇതൊക്കെ അങ്ങനെ പുറത്തുനിന്നുള്ള ഫാസ്റ്റ് ചാർജിങ് ചാർജ് ചെയ്യുമ്പോൾ ഏകദേശം 600 രൂപ ഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഫുള്ളാവും. ആ ഒരു 600 രൂപ കൊണ്ട് നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 350 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് ഈ വണ്ടിക്ക് റേഞ്ച് കിട്ടും. അത് ഓരോരുത്തർ ഡ്രൈവിംഗ് സ്റ്റൈൽ അനുസരിച്ചിട്ട് അതിൽ വേരിയേഷൻ വരും. സ്പോർട്ട് അനുസരിച്ചും എക്കോ മോഡിലാണ് ആ ഒരു റേഞ്ച് കിട്ടുക. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് കുത്തിവെക്കുമ്പോൾ വീട്ടിൽ സ്ലോ ചാർജർ വരും. അതായത് ഈ ഒരു ഷോറൂമിൽ നിന്ന് ആൾക്കാർ വന്ന് സെറ്റ് ചെയ്ത് തരുന്ന ഒരു ചാർജർ അതിൽ നിന്ന് കുത്തിവെക്കുമ്പോൾ ഏകദേശം 14 മണിക്കൂർ എടുക്കും ഫുള്ളാവാനും. അതും ഏകദേശം ഒരു 350 കിലോമീറ്ററിനുള്ളിൽ റേഞ്ച് കിട്ടും. ആ ഒരു മോഡ് അനുസരിച്ച് വേരിയേഷൻ വരും. ഡ്രൈവിംഗ് സ്റ്റൈൽ അനുസരിച്ച് വേരിയേഷൻ വരും. അപ്പൊ അങ്ങനെയൊക്കെയാണ് വേണ്ടിന്റെ ഒരു ചാർജിങ്ങിന്റെയും അതുപോലെ തന്നെ ആ ഒരു ബാറ്ററി ബാക്കപ്പിനെ പറ്റിയൊക്കെ പറയാനായിട്ടുള്ളത്. ഇത് EV മാക്സ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ പവറും കൂടുതൽ ബാറ്ററി ബാക്കപ്പ് ആയ കാരണം അതിൻ്റെതായ ടൈം എടുക്കും. അപ്പൊ അതിൻ്റെതായ പവറും വണ്ടിക്ക് ഉണ്ടാവും. പ്രൈമൊക്കെ ആകുമ്പോൾ ഏകദേശം ഒരു 7 മണിക്കൂർ കൊണ്ടൊക്കെ ഫുൾ ആവും സ്ലോ ചാർജിങ്ങിൽ നമ്മൾ വീട്ടിൽ നിർത്തിക്കുമ്പോൾ. അപ്പോൾ അത്രയ്ക്കാണ് ഈ വണ്ടിന്റെ ആ ഒരു ചാർജിങ്ങിനും അതുപോലെ തന്നെ ആ ഒരു ബാറ്ററി ബാക്കപ്പിന്റെയും കാര്യങ്ങളും പവറിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം 140 bhp ആണ് ഈ വണ്ടിയുടെ ഒരു പവർ. 250 Nm ടോർക്കും ഈ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് ഒരു EV വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് പറയാനായിട്ടുള്ളത് ഈ ഒരു EV മാക്സിൽ. അപ്പോൾ അത്രയ്ക്കാണ് ഈ ഒരു വണ്ടിനെ പറ്റി പറയാനായിട്ടുള്ളത്.